ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ലൈവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഒരു യു എസ് ബിയിലേക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ലൈവ് ഒ എസ് മാത്രമല്ല, സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാനുള്ള ഒരുപാട് ടൂൾസ് അടങ്ങിയിട്ടുള്ള ഒരു ഇമേജാണ്. ഈ ഇമേജ് എങ്ങനെയാണ് ബൂട്ടബിൾ ആക്കുന്നതെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കൂടാതെ വിൻഡോസിൻ്റെ പാസ്വേഡ് എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ ഒരു പ്രീ ഇൻസ്റ്റാൾഡ് വിൻഡോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിലൊരു 8 GB പെൻഡ്രൈവ് എങ്കിലും ഉണ്ടായിരിക്കണം. ആദ്യം നമ്മൾക്ക് ഇതിൻ്റെ ഇമേജ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളൊരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം HBCDPE എന്ന് ടൈപ്പ് ചെയ്യുക. ഹാർഡ്വെയർ ടെക്നീഷ്യന്മാരുടെ കയ്യിലൊക്കെ ഇതുണ്ടാവും, അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം, ഈ കാണുന്ന ടൂളുകളൊക്കെ ഇതിൽ അടങ്ങിയിരിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ HBCDPE 64 ISO എന്നുള്ളത് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾക്കിതിനെ ബൂട്ടബിൾ ആക്കാൻ വേണ്ടി ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പവർ ISO എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ്. പവർ ISO നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഇമേജ് നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ എന്ന് കൊടുക്കുക. പവർ ISO ട്രയൽ വേർഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ടോപ്പിൽ കാണുന്ന ടൂൾസ് എടുക്കുക. അതിനുശേഷം USB ടൂൾസ് എടുക്കുക. ദെൻ ക്രിയേറ്റ് എ ബൂട്ടബിൾ USB ഡ്രൈവ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഈ കാണുന്ന വിൻഡോയിൽ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്ന പെൻഡ്രൈവ് അവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക. സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡാറ്റ റിമൂവ് ആവുന്നുള്ളൊരു കൺഫർമേഷൻ വരും. അത് ഓക്കെ കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഇമേജിലുള്ള കണ്ടൻറ്റ് ഇതിലേക്ക് കോപ്പി ആവുന്നതാണ്. ഡാറ്റ കോപ്പി ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് ബൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളുടെ പെൻഡ്രൈവിലുണ്ടാവും. ഇങ്ങനത്തെ ലൈവ് OS ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് കറക്റ്റായിട്ടുള്ള വിൻഡോസിൽ നിന്ന് ഡാറ്റ എടുക്കാനാണ്. മറന്നുപോയ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന USB ഉപയോഗിച്ച് ബൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് എത്തുക. ഇതൊരു വിൻഡോസ് 10ൻ്റെ ഇൻ്റർഫേസ് പോലെയുണ്ട്. ഇതിൽ നിങ്ങൾ സ്റ്റാർട്ടിൽ ഓൾ പ്രോഗ്രാംസിൽ സെക്യൂരിറ്റി എടുക്കുക. സെക്യൂരിറ്റിയിൽ പാസ്വേഡ്സ് കാണാം. അതിൽ വിൻഡോസ് ലോഗിൻ അൺലോക്കർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് സിമ്പിളായിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവർക്കും വിൻഡോസിൻ്റെ സെക്യൂരിറ്റീനെ പറ്റിയൊരു സംശയം തോന്നിയേക്കാം. അതായത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും അതേപോലെ നമ്മളുടെ ഡ്രൈവിലെ ഡാറ്റ എടുക്കാനും ഈ ഒരു ടൂൾ മതി എന്ന് വിചാരിക്കും. പക്ഷേ നമ്മളുടെ കമ്പ്യൂട്ടറിൽ BitLocker ഡ്രൈവ് എൻക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. BitLocker ഡ്രൈവ് എൻക്രിപ്ഷൻ എങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. BitLocker ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ റിക്കവറി കീ അറിയാമെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് യൂസർ അക്കൗണ്ടാണ് പാസ്വേഡ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അൺലോക്ക് യൂസർ അക്കൗണ്ട് എന്ന് കൊടുത്താൽ മതി. ഈ ഒരു ടൂൾ മാത്രമല്ല ഉള്ളത്, ഒരുപാട് ടൂളുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.